ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഇപ്പൊ നമുക്ക് കുറച്ച് ഐറ്റംസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്നും കൂടെ നിങ്ങൾ അറിയണമല്ലോ. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, അതിനകത്ത് ഞാൻ കുറച്ച് സ്പ്രേയേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇത് എടുത്തു വെക്കുന്നതിന് മുമ്പ് കാണിക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ടോർച്ചിന്റെ ഒക്കെ അഡാപ്റ്റർ ആണ്. ഈ ബ്രൈറ്റ് ലൈറ്റ് പോലത്തെ ടോർച്ചുകൾ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ടോർച്ചുകൾ, അതിന്റെയൊക്കെ ചാർജേഴ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. അത് പല വോൾട്ടിലുള്ളതുണ്ട് കേട്ടോ. 3 വോൾട്ട് ഉണ്ട്, 4.5 വോൾട്ട്, അത് തന്നെ പിന്ന് പല വ്യത്യാസമുള്ള പിന്നുകളായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് അഡാപ്റ്റേഴ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ ഡോർബെല്ലാണ്, റിമോട്ട് കൺട്രോൾ ഡോർബെല്ല്, അതായത് ബാറ്ററി ഇട്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഡോർബെല്ല്. അപ്പൊ ഡോർബെല്ലായിട്ട് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പ്രായമായ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ റൂമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാന് ഈ ഒരു ബെല്ല് അമർത്തിയാൽ മതി. അപ്പൊ ബെല്ല് അവരുടെ ബെഡിന്റെ അടിയിൽ വെക്കുക. ഈ ഒരു റിങ്ങർ നമ്മൾ എവിടെയാണോ അവിടെ, ഇപ്പം കിച്ചൺ ആണെങ്കിൽ കിച്ചൺ, അല്ലെ വിസിറ്റിംഗ് റൂം, അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒച്ചയെടുത്ത് വിളിക്കുന്നതിന് പകരം ഈ ഒരു ബെല്ല് അമർത്തിയാൽ മതി. അപ്പൊ ഇത് റിങ് ചെയ്യും, ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഡോർ ബെല്ല്. പിന്നെ കറണ്ട് ഇല്ലാത്തപ്പം നമുക്ക് പുറത്തൊട്ടിച്ചു വെക്കുവാണെങ്കിൽ കറണ്ട് ഇല്ലാത്തപ്പം ഡോർബെല്ലായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സംഭവമാണിത്. പിന്നെ വന്നിരിക്കുന്ന കുറെ റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഐബെല്ല് ടിവിയുടെ റിമോട്ടാണ്. അതിന്റെ തന്നെ പല ടൈപ്പ് റിമോട്ടുകളുണ്ട്. പല ടിവിക്കും പല മോഡൽ ടിവിക്കും പല റിമോട്ടുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു 2 ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, DPL ടിവിയുടെ റിമോട്ടാണ്. ഇതൊക്കെ ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ടാണ്. ഇത് ആൻഡ്രോയിഡ് അല്ല, LED ടിവിയുടെ ആണ്. ഇത് സ്മാർട്ട് ടിവിയുടെ റിമോട്ട്. പിന്നെ ഇത് കണ്ടോ ഒരെണ്ണം, ഇത് പാനാസോണിക് സ്മാർട്ട് ടിവിയുടെ റിമോട്ടാണ്. ഇത് പാനാസോണിക് സ്മാർട്ട് ടിവിയുടെ വേറൊരു മോഡല്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പല ടിവിക്കും പല ടൈപ്പ് റിമോട്ടുകളായിരിക്കും വരുന്നത്. പിന്നെ ഇത് സോണി ടിവിയുടെ റിമോട്ട്, സോണി ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ടാണ് ഇത്. പിന്നെ ഉള്ളത് കെവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടിവിയുടെ റിമോട്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്കിപ്പോ ഒരുപാട് പേരിൽ ഒരുപാട് ടിവികൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPL, സാംസങ്, പാനാസോണിക്, ഷാർപ്പ്, സോണി, അങ്ങനെ കുറച്ച് മോഡൽസ് ടിവികളായിരുന്നുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇഷ്ടം പോലെ ടിവികൾ അവൈലബിൾ ആണ്. ഇപ്പം ഓരോ വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ അവര് തന്നെ TV ഉണ്ടാക്കിച്ച് വേറൊരു പേരിട്ട് വിൽക്കുന്നു. അപ്പൊ ഒരുപാട് റിമോട്ടുകൾ ഇപ്പൊ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ടുകൾക്ക് ഇവിടെ നല്ല സെയിലാണ്. അപ്പൊ റിമോട്ടിന്റെ തന്നെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. കാരണം അത്രമാത്രം വെറൈറ്റി റിമോട്ടുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നിപ്പം ഞാൻ ഇതിൽ വന്നിരിക്കുന്ന കുറെ റിമോട്ടുകൾ മാത്രമായിട്ടാ കാണിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന എമർജൻസി ലൈറ്റുകളാണ്. ഇതുണ്ട്, ഇതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത എമർജൻസി ലൈറ്റുകളാണ് കേട്ടോ. ചൈന എമർജൻസി ലൈറ്റുകളാണ്, ഗ്യാരണ്ടി ഇല്ലാത്തത്. 1600 മില്ലി ആംപിയർ ബാറ്ററി ഒക്കെ ഉള്ളതാണ്. പക്ഷെ നല്ല പ്രകാശമാണ്. വാറണ്ടി ഇല്ലെങ്കിൽ കൂടി അങ്ങനെ കംപ്ലൈന്റ് വരുന്ന ഐറ്റംസ് ഒന്നും അല്ല ഇത്. നല്ല പ്രകാശവും ഉണ്ട്. എല്ലാം LED ആണ്. ഇത് വേറൊരു മോഡല്. ഇതും 1600 മില്ലി ആംപിയർ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ടൈപ്പ് ഒരെണ്ണമാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്യൂബ് പോലെ ഇരിക്കുമെങ്കിലും ഇത് ട്യൂബ് അല്ല, ഇത് LED ആണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറെ എമർജൻസി ലൈറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ടോർച്ച്, ഇതും വാറണ്ടി ഒന്നും ഇല്ലാത്ത ചെറിയ ടോർച്ചാണ്. 100 രൂപയുടെ ഒക്കെ ടോർച്ച്. ഇതൊക്കെ ഒരു 10-50 എണ്ണം നമ്മൾ ഓർഡർ കൊടുത്തു കേട്ടോ. ഭയങ്കര ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ ടോർച്ചുകൾക്ക്. ഇപ്പൊ മരുന്നിന് തന്നേക്കുന്ന പോലെ ഒരു 5 പീസാണ് ആകെ വന്നിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊന്നും ആകുകയില്ല. പിന്നെ വന്നിരിക്കുന്നത് അഡാപ്റ്ററുകളാണ്. ഇപ്പൊ 5 വോൾട്ടിന്റെ ഉണ്ട്, 9 വോൾട്ടിന്റെ ഉണ്ട്, 12 വോൾട്ടിന്റെ ഉണ്ട്. അത്രയും കുറെ അഡാപ്റ്ററുകൾ വന്നിട്ടുണ്ട്. പിന്നെയും നമുക്ക് കുറെ കൂടെ റിമോട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ഏഷ്യാനെറ്റ് ഡിജിറ്റൽ കേബിളിന്റെ റിമോട്ടാണ്. അപ്പം ഇതും അതെ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഇപ്പം പലരും റിമോട്ട് വാങ്ങാൻ വരുമ്പോ പറയും ഏഷ്യാനെറ്റിന്റെ റിമോട്ടാന്ന് പറയും. പക്ഷെ ഏഷ്യാനെറ്റിന്റെ തന്നെ സെറ്റപ്പ് ബോക്സ് പല മോഡലായിരിക്കും. ഓരോ മോഡലിനും ഓരോ റിമോട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് റിമോട്ടൊക്കെ വാങ്ങാൻ ഇവിടെ വരുവാണേലും എവിടെ നിങ്ങൾ വാങ്ങാൻ പോവുകയാണേലും ഏത് ടൈപ്പ് റിമോട്ട് ആണെന്നുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലെ റിമോട്ട് കൊണ്ടുപോവുക,
അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുക കേട്ടോ. കാരണം പല ടൈപ്പ് റിമോട്ടുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും കടയിൽ പോകേണ്ടി വരും മാറി മേടിക്കാൻ വേണ്ടി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് ഇംപെക്സ് ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതും ഇംപെക്സിന്റെ വേറൊരു മോഡലാണ്. പിന്നെ ഇത് വിയു ടിവിയുടെ റിമോട്ട്. പിന്നെ ഇത് വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ അല്ലെ, LG ആണോ സാംസങ് ആണോ ഈ മൗസ് ഉള്ളത്? LG. ഇത് LG ടിവിയുടെ റിമോട്ട്, മൗസ് ഉള്ള റിമോട്ടാണ്. ഇതാ ഇവിടെ ഒരു മൗസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ ഒന്നും വില പറഞ്ഞില്ലല്ലോ എന്നല്ലേ. റിമോട്ടുകൾ പല ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അതനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും. എന്നാലും ബേസിക് നോർമൽ കേസിൽ 100 രൂപ തൊട്ടാണ് നമ്മുടെ ഇവിടെ റിമോട്ടുകളുടെ വില സ്റ്റാർട്ടിങ് കേട്ടോ. 100 രൂപ തൊട്ട്. അതിപ്പം സ്മാർട്ട് ടിവിയുടെ ഒക്കെ ആണെങ്കിൽ വില കൂടും. പിന്നെ ചിലത് ഒരു പ്രത്യേക ടൈപ്പ് ആയിരിക്കും, കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, അപ്പൊ അതിന്റെയൊക്കെ വില കൂടും. അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ AC റിമോട്ട്, അതിലൊക്കെ വില വ്യത്യാസമുണ്ട്. എന്നാലും 100 രൂപയിലാണ് നമ്മുടെ റിമോട്ടിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മൗസ്, നമ്മുടെ വയറുള്ള കമ്പ്യൂട്ടറിന്റെ മൗസാണ്. ഇത് വയറുള്ളതുണ്ട്, വയറില്ലാത്ത വയർലെസ്സും ഉണ്ട്. ഇതിപ്പോ സ്റ്റോക്ക് വന്നിരിക്കുന്ന വയറുള്ള മൗസ്. പിന്നെ ചെറിയ ടോർച്ച്, ഇത് വാറണ്ടി ഇല്ലാത്ത ടോർച്ചാട്ടോ, പക്ഷെ സൂപ്പർ ടോർച്ചാണ്. വാറണ്ടി ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നതല്ല, ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന തരം ടോർച്ച്. അപ്പൊ ഇത്രയാണ് ഇപ്പം നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ. ഇനിയിപ്പോ ഇത് വിലയൊക്കെ ഇട്ട് എല്ലാം അടുക്കി വെക്കണം. അപ്പൊ ആ കൂടെ തന്നെ ഇത് കണ്ടോ, ഇത് ഇന്നത്തെ കൊറിയറിൽ നമുക്ക് അയക്കാനുള്ള ടോർച്ചുകളാണേ. അപ്പൊ ഇത് ഞാൻ കാണിച്ച എന്നാന്നറിയാമോ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് കണ്ടു, ഇതൊന്നും ആരും വാങ്ങുകയല്ല എന്ന്. അപ്പം ഇതൊക്കെ വാങ്ങുന്നവരും ഉണ്ട്, കാരണം ആവശ്യമുള്ളവർ വാങ്ങും, ടോർച്ചിനെ പറ്റി അറിയാവുന്നവർ വാങ്ങും, ഈ ടോർച്ചിനെ പറ്റി അറിയാവുന്നവർ വാങ്ങും, നല്ല ക്വാളിറ്റി ഉള്ള ടോർച്ച് ആവശ്യമുള്ളവർ വാങ്ങും. അതുപോലെ നല്ല വെളിച്ചവും ഒക്കെ ആവശ്യമുള്ള, ഇപ്പം പലരും പറഞ്ഞ പോലെ ചൈന ടോർച്ച് ഉണ്ട്, ചൈന ടോർച്ച് വേണ്ടവര് ചൈന ടോർച്ച് വാങ്ങും, നല്ല ടോർച്ച് വേണ്ടവര് നല്ല ടോർച്ച് വാങ്ങും. ഇപ്പൊ നല്ല ടോർച്ച് വേണ്ടവര് അങ്ങനെ വിലയൊന്നും നോക്കുകയില്ല, അവർക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി ആയിരിക്കണം, കമ്പനി വാറണ്ടി തരുന്നതായിരിക്കണം, അവരുദ്ദേശിക്കുന്ന പോലെ നല്ല പ്രകാശം കിട്ടണം, നല്ല വൈഡായിട്ടും ലെങ്ത് ആയിട്ടും പ്രകാശം കിട്ടണം. അങ്ങനെയൊക്കെ നോക്കി വാങ്ങുന്നവരാണ് ഇത് കൂട്ട ടോർച്ച് വാങ്ങുന്നത്. അപ്പൊ ഇത് ഇന്നത്തെ കൊറിയറിൽ വിടാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്രയും വിശേഷമൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ, ഒരു ഷോർട്ട് വീഡിയോ ആയല്ലേ. അപ്പൊ ഇത്രയും വിശേഷമൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം വേറെ ഐറ്റംസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ്, ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായില് കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൊറിയറിൽ പ്രോഡക്ട്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് ലാൻഡ് ഫോൺ നമ്പറാണ്, ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ് കൊറിയറിൽ അയച്ചു തരുവേ. അപ്പൊ ഇത് കൂട്ട് പ്രോഡക്ട്സ് കാണാനും വാങ്ങാനും അതിനെപ്പറ്റിയൊക്കെ അറിയാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് മിസ് ആകാതെ കിട്ടും കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.